ശ്രീദേവിക്ക് ഇപ്പൊ എങ്ങനെയിരിക്കുന്നു? ചേച്ചിക്ക് ഇപ്പൊ കുറവുണ്ട്. അത് അനിയത്തിക്ക് എങ്ങനെ മനസ്സിലായി? ചേച്ചി ഒരു പ്രത്യേക ടൈപ്പാ. ആരോടും അധികം സംസാരിക്കാറില്ല. ആംഗ്യം കാണിച്ച് സംസാരം കുറയ്ക്കാമെന്ന് പരമാവധി കുറയ്ക്കുകയും ചെയ്യും. ഇപ്പോഴാണോ സംഭവിച്ചത്? അങ്ങനെയാണോ? അതെനിക്കറിയാൻ പാടില്ലായിരുന്നല്ലോ. ഇനിയുണ്ട് ഡോക്ടർ, കേൾക്കണോ? ചേച്ചി രാവിലെ എഴുന്നേൽക്കുമ്പോ തന്നെ തീരുമാനിക്കും ഇന്ന് എത്ര വാക്ക് സംസാരിക്കുന്നു. അതിൽ കുറയുന്നതല്ലാതെ ഒരക്ഷരം പോലും കൂടത്തില്ല. അതേതായാലും നല്ല സ്വഭാവമാണ്. ഇനി ഇഞ്ചക്ഷൻ വേണ്ട, മരുന്ന് കൊടുത്താൽ മതി. അപ്പൊ ഞാൻ വരട്ടെ. ഡോക്ടർ സുരേഷ്, എക്സ്ക്യൂസ് മീ, ഇതെന്റെ സന്തോഷം. നോ താങ്ക്സ്. എന്തെങ്കിലും വിശേഷമുണ്ടെങ്കിൽ അറിയിക്കണം. ചേച്ചി, പണം കൊടുത്ത് ആരെയും വിലയ്ക്ക് വാങ്ങാമെന്നായിരുന്നല്ലോ അച്ഛന്റെ തത്വശാസ്ത്രം. അതേതായാലും പൊളി. അച്ഛൻ കൊടുത്ത പണം ഡോക്ടർ വാങ്ങിയില്ല. ഗുഡ് ഈവനിങ് ഡോക്ടർ. ഗുഡ് ഈവനിങ്. ചേച്ചി ഡോക്ടർ സെലക്ട് ചെയ്തിരിക്കുന്ന സാരി നന്നായിരിക്കുന്നു അല്ലേ? വെരി നൈസ്. താങ്ക് യു. സാരി സെലക്ട് ചെയ്യാൻ ഡോക്ടർ മിസ്സിസിനെ കൊണ്ടുവന്നില്ലേ? മിസ്സിസോ? എനിക്കൊരു അനിയത്തിയുണ്ട്, രാധ. നാളെ അവളുടെ പിറന്നാളാണ്. ഈ സാരി അവൾക്കുള്ള പിറന്നാൾ സമ്മാനമാണ്. ഈ സാരിക്ക് എന്ത് വിലയെന്നാ പറഞ്ഞത്? 650 രൂപ. 650 രൂപയോ? 150 രൂപയ്ക്ക് ഒരു സാരി കാണിച്ചില്ലേ? എനിക്കത് മതി. അത് തന്നെ പാക്ക് ചെയ്തേക്ക്. ഡോക്ടർ, ഈ 650 രൂപയുടെ സാരിയല്ലേ നല്ലത്? വിലയും വളരെ നന്നായിരിക്കുന്നു. ശ്രീദേവിയുടെ ക്ഷീണമൊക്കെ മാറിയോ? ഞാൻ വരട്ടെ. ഡോക്ടർ സുരേഷിന്റെ വീട്ടതല്ലേ? എന്റെ ചേട്ടനാണെന്ന് വിചാരിച്ച? അതെ. ചേട്ടൻ ഹോസ്പിറ്റലിൽ നിന്ന് വന്നില്ലല്ലോ? ഇല്ലേ, ഞാൻ രാധയെ കാണാനാ വന്നത്. എന്നെ കാണാനോ? എനിക്ക് മനസ്സിലായില്ല. ഞാൻ മുല്ലശ്ശേരിയിലെ വിശ്വനാഥിന്റെ മകളാണ്, ശ്രീദേവി. ഡോക്ടർ ജൗളിക്കടയിൽ വെച്ച് കണ്ടപ്പോൾ രാധയുടെ പിറന്നാളാണെന്ന് അറിഞ്ഞു. എനിക്ക് രാധയെ ഒന്ന് കാണണമെന്ന് തോന്നി. അതാ ഞാൻ ഇങ്ങോട്ട് വന്നത്. രാധ എന്നെ അവിടെ തന്നെ നിൽക്കുന്നത്. നീ വരൂ. രാധേ, എന്താ വല്ലാതെ നിൽക്കുന്നത്? വരൂ, ഇവിടെ വന്നിരിക്കും. അയ്യോ, എന്താ പറ്റി? കാലം മടങ്ങിയോ? സുന്ദരി പെണ്ണ്, പക്ഷേ കാലം ഞൊണ്ടി. അങ്ങനൊന്നും പറയരുത്. ഇതൊന്നും നമ്മളാരും മനഃപൂർവ്വം വരുത്തുന്നതല്ലല്ലോ. രാധയ്ക്ക് വേണ്ടി ഞാൻ കൊണ്ടുവന്ന പിറന്നാൾ സമ്മാനം. അയ്യോ, ഇതൊന്നും വേണ്ട. ചേട്ടൻ എന്നെ വഴക്ക് പറയും. എനിക്ക് വേണ്ട ചേച്ചി. രാധയോടുള്ള സ്നേഹം കൊണ്ടല്ലേ ഞാനിത് കൊണ്ടുവന്നത്. രാധ ഇത് വാങ്ങാതിരിക്കരുത്. ചേട്ടനൊന്നും പറയില്ല, പ്ലീസ്. ഇവിടെ ആരെങ്കിലും വന്നാൽ ഈ വരാന്തയിലേക്ക് പോലും ഞാൻ വരാത്തതാണ്. സംസാരിക്കാനോ പരിചയപ്പെടാനോ നിൽക്കാറില്ല. പക്ഷെ ചേച്ചിയെ കണ്ടപ്പോൾ എനിക്കെന്തോ അകന്നു മാറിപ്പോവാൻ തോന്നുന്നില്ല. മോളെ, ഇതാരാണ്? അമ്മേ, ഇതാണ് മുല്ലശ്ശേരിയിലെ ശ്രീദേവി ചേച്ചി. മുഖത്തിന് യോജിച്ച പേര് തന്നെ. അമ്മേ, ഇത് ചേച്ചി എനിക്ക് കൊണ്ടു തന്ന പിറന്നാൾ സമ്മാനമാ. എന്തിനാ മോളെ ഇതൊക്കെ കൊണ്ടുവന്നത്? ഒരു സന്തോഷത്തിന് വേണ്ടിയല്ലേ അമ്മേ? അമ്മ ഒന്നും പറയരുത്. അമ്മ ചേച്ചിക്ക് പ്രസാദം കൊടുത്തില്ലല്ലോ.
എന്നാ ഞാൻ പോട്ടെ. ആ ചേട്ടൻ വരെ പോവുകയാണോ? കാപ്പി പിടിച്ചിട്ട് പോകാം. ഇനി ഒരു ദിവസം ആകാം. നേരെ ഒരുപാടായില്ലേ. അച്ഛൻ കാത്തിരിക്കും. ചേച്ചി തീർച്ചയായും വരണം. ശരി. എക്സ്ക്യൂസ് മീ. വരൂ, അകത്തേക്ക് പോവാം. താങ്ക്സ്. ഞാനിത് ശ്രീദേവിക്ക് തരാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. എന്താ ഡോക്ടർ ഇത്? ശ്രീദേവി എന്റെ അനുജത്തിക്ക് ഒരു സാരി കൊടുത്തില്ലേ? അതെ, ഞാനത് രാധയ്ക്ക് പിറന്നാൾ സമ്മാനമായി കൊടുത്താണ്. അതോ ചികിത്സിച്ച ഡോക്ടർക്കുള്ള പ്രതിഫലമായിരുന്നു? ഡോക്ടർ, ഞാൻ രാധയോട് കാണിച്ച സ്നേഹം ഡോക്ടർ ഇത്ര ക്രൂരമായി തെറ്റിദ്ധരിക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഈ സാരി തിരിച്ചു വാങ്ങി ആ പാവം പെൺകുട്ടിയെ കൂടി വേദനിപ്പിക്കണമായിരുന്നു. ഇത് ഞാൻ വാങ്ങില്ല ഡോക്ടർ. വേണമെങ്കിൽ അത് നശിപ്പിച്ചു കളഞ്ഞേക്കൂ. ഞാനൊരു ഡോക്ടർ ആയതിനു ശേഷം ആരുടെയും സൗജന്യം ഇതുവരെ വാങ്ങിയിട്ടില്ല. എന്റെ സഹോദരിയും അങ്ങനെ തന്നെ ആയിരിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അതിനെതിരായി സംഭവിച്ചപ്പോ അത് തിരുത്തണമെന്ന് എനിക്ക് തോന്നി. രാധ വേദനിക്കരുതെന്ന് കരുതി ഞാൻ മറ്റൊരു സാരി വാങ്ങി. അതാണിത്. ശ്രീദേവിയും ഇതൊരു സമ്മാനമായി സ്വീകരിക്കൂ പ്ലീസ്. ഡോക്ടർ വീട്ടിലേക്കാണോ? ഞാൻ ഡ്രോപ്പ് ചെയ്യാം. വേണ്ട, എന്റെ വീടിന്റെ അടുത്താണല്ലോ, ഞാൻ നടന്നു പൊയ്ക്കൊള്ളാം. ഇതൊന്നിനുള്ള പ്രതിഫലമല്ല, തിരിച്ചു തരികയും വേണ്ട. കാറി കയറും, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. എന്നെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാമെന്നല്ലേ പറഞ്ഞത്? പിന്നെ ഇവിടെ? എനിക്ക് ഡോക്ടറോട് പേഴ്സണലായി ചില കാര്യങ്ങൾ സംസാരിക്കണം. എങ്ങനെ തുടങ്ങണമെന്ന് എനിക്കറിയില്ല. കടലിലെ കൂടണക്കം പോലെയാണ് എന്റെ മനസ്സ്. ശ്രീദേവിക്ക് എന്തോ മാറ്റം സംഭവിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇത്ര പെട്ടെന്ന് ഇത് പറയേണ്ടി വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതല്ല. എന്റെ ജീവിതത്തിൽ ഇനി മറ്റൊരാളുടെ ഭാര്യയാകാൻ എനിക്കാവില്ല. അതിന്റെ അർത്ഥം? എനിക്ക് ഡോക്ടറെ ഇഷ്ടമാണ്. ശ്രീദേവി പെട്ടെന്ന് ഈ തീരുമാനമെടുക്കുന്നതിന് മുമ്പ് എന്നെക്കുറിച്ചൊന്ന് മനസ്സിലാക്കേണ്ടതായിരുന്നു. ഞാൻ എല്ലാം മനസ്സിലാക്കി കഴിഞ്ഞു. ഈ തീരുമാനം പെട്ടെന്നെടുത്തതുമല്ല. ഇല്ല ശ്രീദേവി, എന്നെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടില്ല. കിടപ്പാടം പോലുമില്ലാത്ത ഒരു അധ്യാപകന്റെ മകനാണ് ഞാൻ. അമ്മയുടെ കണ്ണീരും കഷ്ടപ്പാടുമാണ് എന്നെ ഒരു ഡോക്ടറാക്കിയത്. എനിക്കുള്ള സമ്പാദ്യം പ്രായമായ അമ്മയും കാലിന് സ്വാധീനമില്ലാത്ത ഒരു അന്ത്യത്തെയും മാത്രമാണ്. ഞാൻ വിവാഹിതനായാൽ എന്റെ കൊച്ചനുജത്തിയോടുള്ള സ്നേഹം
നഷ്ടപ്പെടുമോ എന്ന് പോലും എനിക്ക് ഭയമാണ്. ഡോക്ടറുടെ അനിയത്തി എന്നും എന്റെയും അനിയത്തിയായിരിക്കും. ശ്രീദേവിയെ മനസ്സാൽ വരിക്കാൻ പോലും അർഹത എനിക്കില്ല. എന്റെ ദുഃഖങ്ങളിലേക്ക് ഞാൻ ഒരിക്കലും ശ്രീദേവിയെ ക്ഷണിക്കില്ല. ക്ഷണിക്കാതെ തന്നെ എല്ലാ ദുഃഖങ്ങളും സ്വീകരിക്കാൻ ഞാൻ ഒരുക്കമാണ്. അതിന് ചേട്ടൻ എന്നെ അനുവദിച്ചാൽ മാത്രം മതി.